ഗേൾസ് ആൻഡ് ബോയ്സ് രണ്ടു കൂട്ടരും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇത് ജോസഫ് എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് മേടിച്ച് വെച്ചേക്കാം. ഐ എം സോ താങ്ക്ഫുൾ ഓൾറെഡി ബിക്കോസ് ഈ സാധനം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. പക്ഷെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇന്ന് എനിക്ക് തന്നേക്കുന്ന ഗിഫ്റ്റാണ് മെൻസ്ട്രൽ റിലാക്സ് പ്ലസ്. എല്ലാ പെൺപിള്ളേരും ഞാനൊന്ന് ആണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഈ പീരീഡ്സ് വേദന കൊണ്ടല്ലേ, എന്നാൽ പെയിൻ കില്ലേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റും. സോ ഈ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനുള്ള ഒരു സാധനമാണ് ഇത്. ഞാൻ പൊളിച്ചു നോക്കിയത് എന്നല്ലേ, അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ചു നോക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡ് പോലത്തെ പാഡല്ല, പക്ഷേ ഇതിനകത്ത് വരുന്നത് ഒരു സിലിക്കോൺ പാഡാണ്. അപ്പോൾ ഈ പാഡ് കാണുമ്പോൾ നമ്മളൊരു ഹീറ്റിംഗ് പാഡാന്ന് വിചാരിക്കും. പക്ഷെ ഇത് ഹീറ്റിംഗ് പാഡ് മാത്രമല്ല, അതായത് ഈ ഒരു പോർഷനിൽ നമുക്ക് ഹീറ്റിംഗ് വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് വരുന്നത് ടെൻസ് ടെക്നോളജിയാണ്. അതിപ്പുറത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ വയറുവേദനയ്ക്കാണല്ലോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഭാഗമില്ലേ, ഇതെല്ലാം ഇലക്ട്രോഡ്സ് ആണ്. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വിടും. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നമ്മുടെ പെയിൻ ഇങ്ങനെ ബ്രെയിനിലേക്ക് വിടുന്നില്ലേ, ആ നെർവ് സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യും. അപ്പം നമുക്ക് മരുന്നൊന്നും അകത്തേക്ക് കഴിക്കുകയും ചെയ്യേണ്ട, പെയിൻ അവിടെ എത്തുകയുമില്ല, നമുക്ക് സുഖം. അപ്പം ഈ ഒരു ടെക്നോളജിയാണ് ടെൻസ് ടെക്നോളജി. അതിൻ്റെ ഒപ്പം നമുക്കിവിടെ ഹീറ്റിംഗ് വരുന്നുണ്ട്. ഹീറ്റിംഗ് ഒരു സൂത്തിങ് എഫക്റ്റ് ആണ്. ഈ ഒരു ടെക്നോളജിയാണ് നമ്മുടെ പെയിൻ റിലീഫ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുറേ ലെവലുകളുണ്ട്. 15 ലെവലുകളാണ് നമുക്ക് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നമ്മുടെ ഒരു കംഫർട്ടിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആൻഡ് അതിൻ്റെ ഒപ്പം നമുക്ക് ഇത് 2 ജെല്ലാണ് വരണേ. അപ്പോൾ ഈ ജെല്ല് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഡ്സിൽ നിന്ന് നമ്മളിലേക്ക് ആ ഒരു ഇമ്പൾസ് പാസ് ചെയ്യാനാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തുറന്നിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യണം, എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റിക്ക് ചെയ്യണം. ഇതിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മെൻസ്ട്രൽ പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മെൻസ്ട്രൽ പെയിൻ ഉള്ള ഭാഗം, പ്രത്യേകിച്ച് അടിവയറ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ലോവർ ബാക്കിലൊക്കെയാണ് നമ്മളിത് വെക്കാൻ പാടുള്ളൂ. ഇതല്ലാതെ നമ്മൾ വേറെ ഒരു സ്ഥലത്തും, അതായത് ഹാർട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഹിപ്പ് ബോണിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ഒരു ഭാഗത്തും നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇത് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയതുകൊണ്ട്. സോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് യൂസ് ചെയ്ത് നോക്കാൻ. എനിക്കിപ്പോൾ ഞാൻ മെൻസ്ട്രൽ ടൈമിലും ആണ്. സോ നല്ല വേദനയുണ്ട്. ഞാൻ വേഗം പോയത് ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ യൂസർ റിവ്യൂ ഞാൻ 2 days കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ.